ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ശീതകാല സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സംബന്ധിച്ച ബില്ല് പാർലമെന്റ് ഇന്ന് പാസാക്കി. ടെലികമ്മ്യൂണിക്കേഷൻസ് ബിൽ 2023-നും പാർലമെന്റിന്റെ അംഗീകാരം. ക്രിമിനൽ നിയമ ബില്ലുകളിന്മേൽ രാജ്യസഭയിൽ ചർച്ച തുടരുന്നു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച സ്വീകരണം. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മികച്ചതാണെന്നും തടസ്സങ്ങളില്ലാത്ത രീതിയിൽ സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ കഴിയുന്നതിന്റെ കാരണം ഇതാണെന്നും നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ആസ്ഥാനത്തേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 4-ന് ആരംഭിച്ച സമ്മേളനം ആദ്യം നിശ്ചയിച്ചതിലും ഒരു ദിവസം മുൻപായാണ് സമാപിച്ചത്. ശീതകാല സമ്മേളനത്തിൽ ലോക്സഭ 18 ബില്ലുകൾ പാസാക്കിയതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സേവന വ്യവസ്ഥകൾ സംബന്ധിച്ച ബില്ല് പാർലമെന്റ് ഇന്ന് പാസാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതിന് രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുന്നതിനായി സെലക്ഷൻ കമ്മിറ്റിയെ നിയോഗിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. പ്രധാനമന്ത്രി, ഒരു കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു. പ്രസ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് ബില്ലും പാർലമെന്റ് ഇന്ന് പാസാക്കി. ഭാരതീയ ന്യായ സംഹിത ബിൽ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവയിൽ രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളെ അടിമുടി പരിഷ്കരിക്കുന്ന ഈ ബില്ലുകൾ ലോക്സഭ ഇന്നലെ അംഗീകരിച്ചിരുന്നു. ടെലികമ്മ്യൂണിക്കേഷൻസ് ബിൽ 2023-നും പാർലമെന്റ് ഇന്ന് അംഗീകാരം നൽകി. രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻസ് മേഖലയെ പരിഷ്കരിക്കാൻ ഉദ്ദേശിച്ചുള്ള ബിൽ 1885-ലെ ഇന്ത്യൻ ടെലിഗ്രാഫ് നിയമത്തിന് പകരമുള്ളതാണ്. അതേസമയം അച്ചടക്ക രഹിത പെരുമാറ്റത്തിന് 3 കോൺഗ്രസ് എംപിമാരെ കൂടി പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ദീപക് ബെയ്ജ്, DK സുരേഷ്, നകുൽ നാഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ശീതകാല സമ്മേളനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷ എംപിമാരുടെ എണ്ണം 146 കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട്, അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തുകളിൽ യാത്ര ഇന്നെത്തി. ആലപ്പുഴയിലെ ചെട്ടികുളങ്ങരയിൽ നടന്ന യാത്രയിൽ 10ഓളം പേർക്ക് സൌജന്യ ഗ്യാസ് കണക്ഷൻ നൽകി. കോട്ടയം കരൂർ പഞ്ചായത്തിലും യാത്ര ഇന്ന് എത്തിച്ചേർന്നു. എറണാകുളം ജില്ലയിലെ നഗരപര്യടനം ഇന്ന് ദർബാർ ഗ്രൌണ്ടിലെത്തി. തൃശൂർ ജില്ലയിലെ അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് ഇന്ന് സ്വീകരണം നൽകി. പാലക്കാട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഒറ്റപ്പാലം നഗരസഭയിൽ പര്യടനം പൂർത്തിയാക്കി. പ്രധാൻമന്ത്രി മുദ്ര യോജന വഴി ലോൺ എടുത്ത് മികച്ച രീതിയിൽ ഡയറി ഫാം നടത്തിവരുന്നതിന്റെ അനുഭവങ്ങൾ വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ പങ്കുവയ്ക്കുകയാണ് വയനാട് സ്വദേശി ജോയ്സ് ജോസഫ്. മറ്റ് ഈടുകളൊന്നും നൽകാതെ തന്നെ 10 ലക്ഷം രൂപ SBIയിൽ നിന്ന് മുദ്ര ലോൺ ലഭിക്കുകയും ചെയ്തു. ഈ ഒരു തുക പ്രധാനമന്ത്രിയുടെ മുദ്ര യോജന ലോൺ ലഭിക്കുക എന്ന് പറയുന്നത് സാധാരണ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. ആ കിട്ടിയ 10 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ഫാം രാമകൃഷ്ണനും കൂടി അത് ഡെവലപ്പ് ചെയ്തത്. ഇപ്പൊ ഞങ്ങളുടെ ഫാമിൽ ഏകദേശം 20ഓളം പശുക്കളും 200-ലധികം ലിറ്ററുള്ള പാലും ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ പ്രതി മാസം അതിൽ നിന്ന് സമ്പാദിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മികച്ചതാണെന്നും തടസ്സങ്ങളില്ലാത്ത രീതിയിൽ സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ കഴിയുന്നതിന്റെ കാരണം ഇതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിറയൻകീഴ് നിയോജകമണ്ഡലം നവകേരള സദസ്സ് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016-ന് ശേഷം ആഭ്യന്തര വളർച്ചാ നിരക്ക് 8% വർദ്ധിച്ചതായും തനതു വരുമാനം 41% ഉയർന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ്. നാളെ അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലും മറ്റന്നാൾ കോവളം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് നടക്കും. കേരളത്തിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 2341 ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 300 പേർക്ക് കൂടി കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതിയതായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 കോവിഡ് മരണവും സംസ്ഥാനത്തുണ്ടായതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് 2669 സജീവ കോവിഡ് കേസുകളാണുള്ളത്. പുതിയ കോവിഡ് വകഭേദമായ JN1
വളരെ വേഗം പകർന്നു പിടിക്കുമെങ്കിലും താരതമ്യേന അപകടരഹിതമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നവകേരള സദസ്സിൽ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. KPCC ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. മാത്യു കുഴൽനാടൻ MLA പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിരിഞ്ഞുപോകാൻ പ്രവർത്തകർ തയ്യാറാവാതിരുന്നതോടെ പോലീസ് ലാത്തിവീശി. നിരവധി പേർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. പോലീസിന് നേരെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള കല്ലേറുണ്ടായി. ചീമുട്ട, മുളകുപൊടി, ഗോലി എന്നിവയും KSU പ്രവർത്തകർ പോലീസിന് നേർക്ക് എറിഞ്ഞു. DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ KSU പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയത് നരനായാട്ടെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. KSU പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തിചാർജ് നടത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമാണെന്നും അദ്ദേഹം ആരോപിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ SFI തടഞ്ഞുവച്ചത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ജനാധിപത്യ നിഷേധവും പൌരാവകാശ ലംഘനവുമാണ് കാലിക്കറ്റ് സർവകലാശാലയിലുണ്ടായതെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. ചാൻസലർക്ക് സെനറ്റിൽ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ വിവേചന അധികാരമുണ്ടെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്മസ് പുതുവത്സര ചന്തകളുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 13 സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ സാധനങ്ങൾക്ക് പൊതുമാർക്കറ്റിനേക്കാൾ 30% മുതൽ 50% വരെ വിലക്കുറവും ഇവിടെയുണ്ടാകും. സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളുടെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് ഈ മാസം 30 വരെ നീളുന്ന സ്പെഷ്യൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. ഹൈക്കോടതിയുടെ ക്രിസ്മസ് അവധി ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെയായിരിക്കുമെന്നും ഡിസംബർ 26, 29 തീയതികളിൽ അവധിക്കാല സിറ്റിംഗുകൾ ഉണ്ടാകുമെന്നും ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ അറിയിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ അവധിക്കാല സിറ്റിംഗിൽ പരിഗണിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 29 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 126 റൺ എന്ന നിലയിലാണ്. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയും രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും വിജയിച്ചിരുന്നു. ഇന്നത്തെ കളിയിൽ ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 359 പോയിന്റ് നേട്ടത്തിൽ 70,865-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 105 പോയിന്റ് ഉയർന്ന് 21,255-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശീതകാല സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സംബന്ധിച്ച ബില്ല് പാർലമെന്റ് ഇന്ന് പാസാക്കി. ടെലികമ്മ്യൂണിക്കേഷൻസ് ബിൽ 2023-നും പാർലമെന്റിന്റെ അംഗീകാരം. ക്രിമിനൽ നിയമ ബില്ലുകളിന്മേൽ രാജ്യസഭയിൽ ചർച്ച തുടരുന്നു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് സംസ്ഥാനത്ത് മികച്ച സ്വീകരണം. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മികച്ചതാണെന്നും തടസ്സങ്ങളില്ലാത്ത രീതിയിൽ സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ കഴിയുന്നതിന്റെ കാരണം ഇതാണെന്നും നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ആസ്ഥാനത്തേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.